ലോകം കാണാൻ കനകക്കുന്നിൽ അവസരമൊരുക്കി കേരള സർക്കാർ. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അന്തർദേശീയ സമ്മേളനത്തിലാണ് AI ലോകത്തിന്റെ ജാലകം തുറക്കുന്നത്. ഈ വരുന്ന 8, 9, 10 തീയതികളിലായാണ് കോൺക്ലേവ് നടക്കുക. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും സംയുക്തമായാണ് അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിക്കുന്നത്. നിർമ്മിത ബുദ്ധിയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും ചർച്ച ചെയ്യുന്നതാണ് വേദി. നമുക്ക് ടെക്സ്റ്റ് ആയാലും കണ്ടന്റ് ആയാലും വീഡിയോ ആയാലും ഇങ്ങനെ ജനറേറ്റീവ് ആസ്പെക്ട്സ് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും അത് വിദ്യാഭ്യാസത്തിന് അതിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിനകത്തുള്ള അവന്യൂസ് അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാം, അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെന്തൊക്കെ ഭീഷണികൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിൻ്റെ സാധ്യതകൾ എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്. അപ്പോൾ അത് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് തുറന്നു കാണിക്കുകയാണ്. ഇത്രയും അവന്യൂസ് ഉണ്ട്. അപ്പോൾ അതിൽ എക്സ്പെർട്ടുകളാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ IITകളിലെ അധ്യാപകരടക്കമുള്ള അല്ലെങ്കിൽ AIയിലെ പ്രമുഖ കമ്പനികളിലെ AI ഹാൻഡിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ടീമുകളാണ് ഈ കോൺക്ലേവിനെ നയിക്കുന്നത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം വ്യക്തമാക്കുന്ന സെഷനുകൾ നടക്കും. നമ്മൾ ഇത്തവണത്തെ കോൺക്ലേവിനെ 2 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് പൂർണ്ണമായും ടെക്നിക്കൽ സെഷൻ, 2 ജനറൽ സെഷൻ. ടെക്നിക്കൽ സെഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ദിവസവും 8, 9, 10 3 ദിവസവും ഈ ടെക്നിക്കലായ വിവിധ വിഷയങ്ങളെ പറ്റിയുള്ള ചർച്ചകളും അതിൻ്റെ പ്രസൻറ്റേഷനുകളും വർക്ക്ഷോപ്പുകളും അടക്കമുള്ള കാര്യങ്ങൾ. ജനറൽ സെഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോ മേഖലയിലും ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രത്യാഘാതങ്ങളുണ്ട്, ഉപയോഗങ്ങളുണ്ട്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓരോ സെഷനുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമൂഹ നന്മയ്ക്കായി നിർമ്മിത ബുദ്ധിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതും കോൺക്ലേവിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിൽ വെച്ച് തന്നെ ഈ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ടെക്നോളജി രംഗത്തെ മുഴുവൻ ആൾക്കാർക്കും, അപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരായാലും വിദ്യാഭ്യാസ രംഗത്തുള്ള എല്ലാവർക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫീൽഡ് എന്തും ആയിക്കോട്ടെ, ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആർട്സ് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ടെക്നിക്കൽ ആകണമെന്നില്ല, എല്ലാ രംഗത്തും ഉള്ളവർക്കും വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ മാറ്റങ്ങൾ, പുതിയ ടെക്നോളജിയോട് താല്പര്യമുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോൺഫറൻസാണിത്. പിന്നെ ഈ ഗവേഷണ രംഗത്ത് പ്രത്യേകിച്ച് അവർക്കൊക്കെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ ഇത്രണ്ണം പങ്കെടുക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പങ്കെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.